ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയിലെ ഒരു ഹോട്ടൽ റൂമും അവിടുത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റുമാണ്. ഇവിടുത്തെ ജർമ്മനിയിലെ മിക്കവാറും എല്ലാ ഹോട്ടലുകളിലും തന്നെ റൂമിൻ്റെ കൂടെ തന്നെ ഇൻക്ലൂഡഡ് ആയിരിക്കും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ചില 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഡിന്നറും ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പം നമ്മൾ താമസിച്ച ഹോട്ടലിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളായിരുന്നു ഇൻക്ലൂഡഡ്. നമുക്കിനി അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ബുഫറ്റ് ആയിരിക്കും കേട്ടോ. ഇത് ചിക്കൻ്റെ ബ്രസ്റ്റാണ്, അത് വെച്ചിട്ടുള്ള സോസേജാണ്. അതിനുശേഷം ചീസ് ഐറ്റംസ് ആണ്, പല കളറിലുള്ള ചീസിൻ്റെ. ഇത് പിഗിൻ്റെ കുറച്ച് ഐറ്റംസാണ്. അതിനുശേഷം നമുക്ക് ബ്രെഡ് സെക്ഷനിലേക്ക് വരാം. നിങ്ങൾക്കറിയാമല്ലോ, ഈ ജർമ്മൻകാർക്ക് ഏത് നേരം ബ്രെഡ് കൊടുത്താലും അവർ തരും, രാവിലെയായാലും ഉച്ചയ്ക്കായാലും രാത്രിയിലായാലും. അപ്പോൾ ഇത് കുറച്ച് വെറൈറ്റി ഓഫ് ബ്രെഡ്സ് ആണ്. സൈഡിൽ തന്നെ നൈഫ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നൈഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. അതിന് കൂടെ തന്നെ ചീസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. ഫ്രൂട്ട്സും നമുക്ക് ആവശ്യത്തിനനുസരിച്ച്. ഇത് പിക്കിൾ എന്ന് പറയും ഇതിന്. അതായത് സോൾട്ട് വെള്ളത്തിൽ വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. ഒലിവുണ്ട്, ചെറിയ കുക്കുംബർ ഉണ്ട്, പിന്നെ ചില്ലീസാണത്. പിന്നെ ഒബാസ്റ്റ എന്ന് പറഞ്ഞിട്ടൊരു ചീസാണ്, അതിൻ്റെ ഒരു ഐറ്റമാണിത്. നമുക്ക് കട്ട് ചെയ്തൊക്കെ എടുക്കാൻ വേണമെങ്കിൽ അല്ല ഫുള്ളായിട്ട് എടുക്കാം. പിന്നെ കുറച്ച് സലാഡ് സെക്ഷൻസാണ്. കുക്കുംബർ, ടൊമാറ്റോ ഒക്കെ ഉണ്ട്. കുറച്ച് ലീവ്സൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇത് യോഗേർട്ട് സെക്ഷനാണ്. ഈ യോഗേർട്ട് ഓൾമോസ്റ്റ് എം ടി ആയി, പക്ഷേ പേടിക്കേണ്ട, ഇവർ എം ടി ആകുന്നതനുസരിച്ച് ഫില്ലായിക്കോളും. കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യോഗേർട്ടിൻ്റെ കൂടെ തന്നെ ഇത് ഫ്രൂട്ട്സിൻ്റെ യോഗേർട്ടാണ്. അപ്പോൾ ഫ്രൂട്ട്സും യോഗേർട്ടും കൂടെ എടുക്കാം. പിന്നെ കുറേ ലാക്ടോസ് ഫ്രൈ ആയിട്ടുള്ള കുറച്ച് യോഗേർട്ട് പാക്കറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ എടുത്ത് തിന്നാം. ഇനി ഇതിൻ്റെ ഇപ്പം തന്നെ ബട്ടറാണ്, ബട്ടറുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ചീസ് ഉണ്ട്. ഇത് മുസ്ലി, കോൺഫ്ലെക്സ്, ഗ്രെയിൻസ്, അങ്ങനത്തെ കുറച്ച് സെക്ഷനാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ആവശ്യത്തിനനുസരിച്ചെടുക്കും. ഇത് നല്ല രസമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ കറക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതിപ്പുറത്ത് മിൽക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്രെയിൻസ് ഏതെങ്കിലുമൊക്കെ എടുത്തിട്ട് നമുക്ക് മിൽക്ക് എടുക്കാം. ഇത് ഹണിയാണ്, വൈറ്റ് ഹണി ഉണ്ട്, ബ്ലാക്ക് ഹണി ഉണ്ട്. ഇത് ജാമും ന്യൂട്ടല്ലയൊക്കെയാണ്. ചെറിയ കുഞ്ഞ് ബൗളിനകത്ത് എടുക്കാം നമുക്കത്. ഇത് ക്രോയിസൻ്റ് എന്നാണ് എഴുതിയേക്കുന്നതെങ്കിലും ഇത് കേക്കാണ്. പിന്നെ അടുത്തത് എഗ്ഗാണ്, എഗ്ഗിൻ്റെ സെക്ഷനാണ്. ഇത് കുക്ക്ഡ് എഗ്ഗാണ്, ജസ്റ്റ് ഉപ്പൊന്നുമില്ല, വെറുതെ കുക്ക് ചെയ്ത് വെച്ചേക്കാണ് എഗ്ഗ് മാത്രം. ഇതെടുത്തിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ഉപ്പും പെപ്പറൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. കുറച്ച് സോസുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, മയോണൈസും ടൊമാറ്റോ കെച്ചപ്പും ഒക്കെ. ഇത് നമുക്ക് വുസ്റ്റേ കാണാം. ഇത് വൈറ്റ് കളർ വുസ്റ്റയാണ്, കണ്ടാ അടിപൊളിയല്ലേ. ഇനി അടുത്തത് ബേക്കോണാണ്. ഇത് ബേക്കോൺ മീൻസ് പിഗാണ്, അതിൻ്റെയാണ്. പിന്നെ നമുക്ക് കുറച്ച് ജ്യൂസ് സെക്ഷനാണ്. ഇത് മൾട്ടി വിറ്റാമിൻ ജ്യൂസ്, ഇത് ആപ്പിൾ ജ്യൂസ്, പിന്നെ പിങ്ക് കളർ ഗ്രേപ്പാണ്, ഗ്രേപ്സ് ജ്യൂസ്. ഞാൻ ഗ്രേപ്പ് ജ്യൂസ് ട്രൈ ചെയ്തായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് വെൽക്കം ഡ്രിങ്ക് പോലെ ഇവിടെ കുറച്ച് വാട്ടറും, പിന്നെ ഇതിനകത്ത് ബിറ്റർ ലെമണും നോർമൽ ലെമണും ഒക്കെ ഇട്ടിട്ട് കുറച്ച് ജ്യൂസ്. ഇത് വേറെ വെൽക്കം ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ബുഫയുടെ മെയിൻ ഐറ്റംസ്. പിന്നെ ടീ സെക്ഷനും ഉണ്ട്, കോഫി സെക്ഷനും ഉണ്ട്. ഒരു കോഫി മേക്കറിലാണ്. അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് എല്ലാ തരം കോഫികളും കിട്ടും. കാപ്പച്ചിനോ, മിൽക്ക് കോഫി, ലാറ്റെ മക്കിയാറ്റോ. അപ്പോൾ അവിടെ നിന്ന് കപ്പ് എടുത്തിട്ട് നമുക്ക് ഇത് ബട്ടൺ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോഫി മെഷീനിൽ കൂടി കോഫി വരും. പിന്നെ അല്ലാതെ ഇവർ ടേബിളിൽ ബ്ലാക്ക് കോഫി സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അയർ മീൻസ് ബോയിൽഡ് എഗ്ഗാണ് കേട്ടോ, അതുണ്ട്. വെജിറ്റേറിയൻസിന് പൊതുവേ ഇങ്ങനത്തെ ഹോട്ടലുകളൊക്കെ ഓപ്ഷൻ വളരെ കുറവാണ്. രാവിലെ 2 എണ്ണം അടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഒട്ടും വൈകണ്ട, നമുക്കിവിടെ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് കുടിക്കാം. അതും ഇവിടെ അവൈലബിൾ ആണ്. രാവിലെ 7 തൊട്ട് 10 മണി വരെയാണ് ബുഫറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞാനെടുത്ത പ്ലേറ്റ്. കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് സലാഡും കുറച്ച് ഫ്രൂട്ട്സും യോഗേർട്ടും മിക്സും എടുത്തു. പിന്നെ അതിൻ്റെ കൂടെ എഗ്ഗുമാണ് ഞാൻ എടുത്തത്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഈ റൂമിൻ്റെ വിശേഷങ്ങൾ നോക്കാം. നമ്മുടെ റൂം നമ്പർ 422 ആയിരുന്നു. അപ്പം നമ്മൾ
കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബിഗ് വാർഡ്രോബ് ഉണ്ടായിരുന്നു, ഒരു വൈറ്റ് കളർ. ജർമ്മനിയിൽ എല്ലായിടത്തും അകത്തൊക്കെ അതായത് ബെഡ്റൂം ആയാലും വീടായാലും എല്ലായിടും വൈറ്റ് പെയിൻ്റ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇവിടെയും കാണാം എല്ലായിടും വൈറ്റ് ആണ്. അപ്പോൾ ഈ വാർഡ്രോബിൽ നല്ലൊരു മിറർ ഉണ്ട്. അതിനുശേഷം വാർഡ്രോബിനകത്ത് കുറച്ച് പില്ലോസ് ആൻഡ് ബെഡ് എക്സ്റ്റൻഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റൈറ്റ് സൈഡിലായിരുന്നു നമ്മുടെ ടോയ്ലറ്റ് പ്ലസ് ബാത്ത് വന്നിരുന്നത്. ബാത്ത് ടബ് ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് മറ്റേ നിന്ന് കുളിക്കുന്ന സാധനം ഡുഷ എന്നാണ് ഇവിടെ പറയുന്നത്, അതുണ്ടായില്ല. പിന്നെ ക്ലോസറ്റ് ഉണ്ട്, വാഷ് ബേസിൻ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ടവൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവരൊരു കാർഡും വെച്ചിട്ടുണ്ട്, ടവൽസ് ഒന്നും വേസ്റ്റ് ചെയ്യരുതെന്ന്, ഡേർട്ട് ആക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒരു ഹെയർ ഡ്രയർ ഒക്കെ ഉണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മളുടെ ബെഡ്റൂം. ഡ്യൂപ്ലെക്സ് സിമ്മറായിരുന്നു, മീൻസ് ഡ്യൂപ്ലെക്സ് റൂമായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് വിത്ത് കിഡ് ബെഡ്. പക്ഷേ കിഡ് ബെഡൊന്നും നമ്മൾ യൂസ് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ ഇവിടെ ഒരു ടി വി ഉണ്ടായിരുന്നു. പിന്നെ കുറേ ലൈറ്റ്സ്, ഒരു ടേബിൾ, ഫുഡ് കഴിക്കാനായിട്ടൊരു ടേബിൾ, പിന്നെ ഒരു ചെറിയ സോഫ, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ റൂമിൽ. നമ്മൾ ശരിക്കും നൈറ്റ് മാത്രമാണ് ഇവിടെ സ്റ്റേ ചെയ്തത്. വൺ ഡേ ഓക്സൻകോഫ് ഫുൾ നമ്മൾ സ്നോ എൻജോയ് ചെയ്തു. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഈവനിങ് ഇവിടെ എത്തി. പിന്നെ ഇവിടെ ബാഡ്മിൻ്റൺ, സ്ക്വാഷ്, ടെന്നീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കുറേ പോയി കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഒരു ബിഗ് സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു, മസാജ് ഉണ്ടായിരുന്നു, സോണ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് എക്സ്പ്ലോറൊക്കെ ചെയ്തു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് കിടന്ന് ഉറങ്ങി. ഇനി നമ്മുടെ ബാൽക്കണിയാണ് ഇവിടെ. നമ്മുടെ തൊട്ടപ്പുറത്തെ റൂമിൽ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്. നമ്മുടെ ബാൽക്കണിയിൽ ചെയേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ വ്യൂ ഒക്കെ വലിയ കുഴപ്പമില്ല. പിന്നെ പ്രത്യേകിച്ച് സ്നോയിലൊന്നും കാണാനില്ല. കുറച്ച് വെള്ള സ്നോ എവിടെ എവിടെയും കിടപ്പുണ്ട്. പിന്നെ കുറേ ഉണങ്ങിയ മരങ്ങളും ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചെയ്തേക്കണേ. ബൈ, താങ്ക് യു.